ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നിട്ടുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു, അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. എന്നാലും പക്ഷേ റോഡിലൊന്നും അങ്ങനെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പം ഒരു 2 മണിക്കൂറെല്ലാം നമ്മൾ ബ്ലോക്കിൽ കിട്ടിയിട്ടാണ് ലാസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയത് തന്നെ. പക്ഷെ ഇത്തവണ അത്രയൊന്നും ഉണ്ടായിട്ടില്ല. ടിക്കറ്റ് കൗണ്ടറിലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ആൾക്കാരിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണോ അവർ നേരത്തെ വന്നുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ആ എൻട്രൻസ് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോഴത്തേക്കാണ് ഒരു ജനസാഗരം കണ്ടത്. താനും ഉറങ്ങിയോണ്ട് തന്നെ നല്ല കൂളായിട്ട് ഞാൻ സ്ട്രോളർ ഉന്തിയിട്ട് വരുന്നുണ്ട്. ഓന് വല്ല അടങ്ങാറൊന്നും ഉണ്ടായില്ല. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓൻ എണീറ്റ് തന്നെ. ഇത് നമ്മൾ ഏതോ ഒരു പവലിയൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ ഇങ്ങനത്തെ ഫയർ വർക്ക്സ് ആണ്. ഇത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ പവലിയൻ്റെ ഓരോ ഫയർ വർക്ക്സ് അവിടെ ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ബാക്കിൽ ഈ ഫയർ ഷോ പോലത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നോക്കി പിന്നെയും നമ്മളിങ്ങനെ നടന്ന് ഈ സ്ട്രോളർ ഉന്തിപ്പോകുന്ന ഭയങ്കര ടാസ്ക്കാണ്. കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹല്ല് മുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ സ്റ്റേജിൽ 10-15 മിനിറ്റ് കൂടുമ്പോൾ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ DJക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ്സ് അവർ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിക്കും തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ പെട്ട് ലാസ്റ്റ് നമുക്ക് 2 ലൈറ്റ്സ് കിട്ടി. അങ്ങനെ ഒന്ന് താനുൻ്റെ കൊടുത്തു പോലെ ഹാപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം കുറേ രാജ്യത്തിൻ്റെ കുറേ പ്രോഗ്രാംസുകൾ ആ മെയിൻ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അതെല്ലാം നോക്കിക്കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഗെയിമിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് നേരത്തെ കണ്ട് തിരക്കാണിത്. അതിൻ്റെ ഇടയിലെ കൂടെ എങ്ങനെയല്ലോ നൂണ് ആ ഗെയിമിൻ്റെ അടുത്തെത്തി. ജസ്റ്റ് അതൊക്കെ നോക്കി പിന്നെ നമ്മൾ നേരെ തായ്ലൻഡിൽ പോയി. അവിടെ നിന്ന് ഒരു മാംഗോ ഐസ്ക്രീമും കഴിച്ച് നേരെ ഗെയിമിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയി. ആ ഒരു സ്വിങ് കണ്ടിട്ട് എൻ്റെ തല ഇറങ്ങിപ്പോയി. കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം നോക്കിക്കണ്ട് അപ്പോഴത്തേക്ക് ഇന്ത്യൻ്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. അതൊരു എനർജി പാക്ക് പ്രോഗ്രാമായിരുന്നു. എല്ലാ ഓഡിയൻസും ആ ഡാൻസിൽ കളിക്കുന്ന ആൾക്കാരൊപ്പരം കൂടി കളിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് വൈബുണ്ടായിരുന്നത്. Global Village. This is New Year's Eve. അങ്ങനെ നമ്മൾ നേരെ ആഫ്രിക്കൻ പവലിയനിലെത്തി. ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അത് വാങ്ങിച്ച് നമ്മൾ നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയി. അവിടെ നമുക്ക് നല്ല വെറൈറ്റി ഫുഡ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമ്മൾ നല്ല ടോമിയം സൂപ്പ്, അതുപോലെ തന്നെ തായ് ഫ്രൈഡ് റൈസ്, ബബിൾ ടീ, പിന്നെ മസിൽസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് കഴിച്ചു, ചൂറൂസ്. അപ്പോൾ അതല്ലാതെ വെറൈറ്റി വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഇത്തവണ നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ഫസ്റ്റത്തെ സ്റ്റോളിൽ കണ്ട ഒരു ഒക്ടോപ്പസിൻ്റെ ഒരു ഫ്രൈ ആണ് നമ്മൾ കഴിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പ്രോൺസിൻ്റെതും. അപ്പോൾ അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ഐറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ഒക്ടോപ്പസ് ട്രൈ ചെയ്യുന്നത്. നല്ല കടിക്കുമ്പോൾ തന്നെ ഒരു റബ്ബറി ഫീലായിരുന്നു, കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ കടിച്ച് പറിച്ചെടുത്ത് പക്ഷെ ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്ന് ഫുഡ് കഴിച്ച് തീരുമ്പോഴത്തേക്ക് താനും നല്ല ഓണായിട്ടുണ്ട്. ഓൻ ബോട്ടിലെടുത്തിട്ട് ആ വെള്ളത്തിൽ കളയാനുള്ള പ്ലാനാണ്. എന്നെ കാണാതെ മെല്ലെ മെല്ലെ പോകാൻ നോക്കിയത്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച്. അങ്ങനെ പിന്നെ നമ്മൾ വേറെ കുറേ പവലിയൻസിൻ്റെ അകത്തെല്ലാം കയറി ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് നോക്കി നടന്ന് കണ്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് താനും നല്ല മൂഡായി.
ഓടിച്ചാടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് സിറിയയിലേക്കാണ്. സിറിയൻ്റെ പവലിയനിൽ പോയിട്ടാകുമ്പോൾ ജാബിക്ക് പിന്നെ കുബൂസിൽ സാത്തറിട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓനത് കഴിക്കുന്ന ടൈമിൽ താനക്കും വായിൽ വെച്ച് കൊടുത്ത്. താനൻ്റെ എക്സ്പ്രഷനിലാകെ മാറി. ഓനക്ക് നല്ല കയ്പുണ്ടായിരുന്നു. പിന്നെ വെള്ളമെല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ചൈനയിലും അങ്ങനത്തെ എല്ലായിടത്തും പോയി നടന്ന് അങ്ങനെ ലാസ്റ്റ് നടന്നിങ്ങനെ നീങ്ങുമ്പോഴാണ് ഈ ഒരു ഡാൻസിങ് ലൈറ്റ് കണ്ടത്. നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പാട്ടിൻ്റെ കൂടെ തന്നെ ഇത് നല്ല ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. താനക്കും തന്നെ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. താനും മെല്ലെ ഇറങ്ങി ഓനതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കയ്യിലേക്ക് പിടിച്ച് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് ലാസ്റ്റ് പൊട്ടിച്ചൊക്കെയല്ലേ. അങ്ങനെ പിന്നെ ഓനതെല്ലാം പിടിച്ചിട്ട് കളിക്കുന്നത് നോക്കി ഞാൻ കുറച്ച് നേരം വീഡിയോയിലെടുത്തിട്ട് അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനത്തെ കുറേ ലൈറ്റ് ഉണ്ട്. ലൈറ്റ്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മണ്ണ്, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ആ ലൈറ്റിൽ കുറച്ച് നേരം കളിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് പുറത്തേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കന്നെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. 2:30 ആ ഒരു സമയമായിട്ടുണ്ടായി. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്തുണ്ടായ ആ ഒരു ക്രൗഡ് നോക്കുമ്പോൾ ഇപ്പം നോക്കാൻ ആരുമില്ല. നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. മെല്ലെ നമ്മൾ നടന്നിട്ട് മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തി. പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമെന്ന് എന്തായാലും അറിയാം. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഷാർജയിലേക്ക് വിട്ടു. വരുന്ന വഴി നമ്മൾ അജ്മാനിൽ KFC അങ്ങനെ നമ്മൾ KFC കഴിക്കാൻ വേണ്ടി കയറി. 4 മണിക്കാണ് ഈ KFC കഴിക്കുക. 4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങി റൂമിലേക്ക് വിട്ട് പിന്നെ ഒറ്റ ഒരു ഉറക്കമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ